കൊച്ചി കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയ കേസിൽ നടപടിയുമായി റെയിൽവേ കാറ്ററിംഗ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ പിഴയിട്ടു. കോർപ്പറേഷൻ ലൈസൻസ് എടുക്കുന്നതിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ നിന്നാണ് ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. റെയിൽവേ കരാറുകാരന്റെ കടവന്ത്രയിലെ കാറ്ററിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും തയ്യാറാക്കുന്ന ഭക്ഷണം കവറുകളിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത്. വന്ദേ ഭാരതിന്റേതടക്കം പേരുകളുള്ള കവറുകൾ ഇവിടെ നിന്നും കണ്ടെത്തി. അഴുകിയ ഇറച്ചി, ചീമുട്ട, ചപ്പാത്തി, ദാൽ മസാലകളടക്കം വൃത്തിഹീനമായ നിലയിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതും ഭക്ഷണം പാകം ചെയ്യുന്നതും. യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിടിച്ചെടുത്തത്. പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്, നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. പാകം ചെയ്യുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് സ്ഥാപനത്തിലെ ഡ്രൈവർ. ഹോട്ടലിൽ ട്രെയിനുക്ക് தான் വന്ദേ ഭാരത് മേൽഗാഡിன்னு சொல்லுவாங்க. റെയിൽവേ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി. ഇതിന് പിന്നാലെയാണ് കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തത്. കിച്ചൺ അടച്ചുപൂട്ടിയെങ്കിലും ഇതേ കാറ്ററിംഗ് സർവീസിന്റെ മറ്റു കിച്ചണിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നത് തുടരുമെന്നും റെയിൽവേ അറിയിച്ചു. കൊടുക്കുന്ന കാശിന് നല്ല ഭക്ഷണം യാത്രക്കാരന്റെ അവകാശമാണ്. എന്നാൽ കൊള്ള ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം നിതിൻ അംബുജൻ, 24.